തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ അടിയനു പകർന്നു തരൂ. തിരുവേദമതിന്നുറവുകളതിനാൽ അനേകരുണർന്നിടട്ടെ. തിരുവേദമതിന്നുറവുകളതിനാൽ അനേകരുണർന്നിടട്ടെ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 21:5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലുത്. ഹല്ലേലൂയ, സ്തോത്രം. ആ മഹത്വമേറിയ ദൈവകൃപയെ സ്തോത്രം ഒരവസരം കൂടെ തന്നില്ലേ നമുക്കൊന്ന് കാണാൻ, അനുഭവിക്കുവാൻ. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി നിരാശപ്പെട്ടു പോകുമ്പോഴും ശത്രു നിമിത്തമുള്ള പ്രശ്നങ്ങൾ, രോഗം നിമിത്തമുള്ള പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, സഭയ്ക്കകത്തെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, എന്തുമായിരിക്കട്ടെ പല വിധത്തിലുള്ള വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾ ഈ രക്ഷ കാണുകയില്ലേ. നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. അവേ സ്തോത്രം. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു എന്നാണ് തിരുവചനം. ഹല്ലേലൂയ. അനുഗ്രഹ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് ആ ദൈവമക്കളെ നമ്മളൊക്കെ കുലുങ്ങാതിരുന്നത്. എന്തുമാത്രം പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണേണ്ടി വന്നു. ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നിട്ടും കുലുങ്ങിപ്പോകാതിരുന്നത് അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. എന്നെ ഉറപ്പിച്ച് നിർത്തിയ ദൈവത്തിന് വേണ്ടി ഇനി അങ്ങ് ജീവിക്കാനിടയാകട്ടെ. വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, എൻ്റെ പൊന്നു കർത്താവേ, അവിടുന്ന് നടത്തിയ സകല നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണു പോകാതെ, ഇടറിപ്പോകാതെ, കുലുങ്ങിപ്പോകാതെ കർത്താവിൻ്റെ ഉള്ളം കരങ്ങളിൽ നിങ്ങളെല്ലാവരെയും വഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുന്നു പറഞ്ഞ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ പലരും നിന്ന കേട്ട് മടുത്തിരിക്കുന്ന അവസ്ഥ, തകർന്നു പോയൊരവസ്ഥ, കർത്താവേ, രക്ഷിക്കുവാൻ ആരുമില്ലാതെ എല്ലാവർക്കും മുമ്പിൽ കർത്താവെ നിന്ദിക്കുന്നുണ്ട് മുമ്പിൽ, പഴിക്കുന്നുണ്ട് മുമ്പിൽ, പരിഹസിക്കുന്നുണ്ട് മുമ്പിൽ. എൻ്റെ കർത്താവെ, ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് എത്രയോ സങ്കടകരമായിട്ട്. എങ്കിലും കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് കൈവെള്ളെ താങ്ങി നടത്തിയ ദൈവമേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. എൻ്റെ മക്കള് ഈ മഹത്വം അനുഭവിച്ചവർ എൻ്റെ കർത്താവിന് മഹത്വം ഉയർത്തുവാനിടയാക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.